എപ്പിസോഡ് ഡിലേന് വരാനുള്ളൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മിത്രയ്ക്ക് വേണ്ടിയിട്ട് ആര്യൻ ഒരുപാട് കഷ്ടപ്പെടുന്നൊക്കെ ഉണ്ട് മിത്രനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ വലിയ വീട്ടിൽ നിന്ന് വന്നിട്ട് എന്തായാലും മിത്രനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മിത്രനോട് ആ പഴയ ദേഷ്യമൊക്കെ ആര്യൻ ഇത്തിരി കുറയുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം ആര്യൻ ഒരുപാട് പല പല ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ഡെലിവറി ബോയ് ആയിട്ടും രാത്രി പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിട്ടും അങ്ങനെ ഒരുപാട് പൈസ ഉണ്ടാക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്തായാലും ഗോമതിക്ക് അത് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ആര്യൻ ഒരു പണിക്കും പോവാണ്ട് പഠിച്ചിരുന്ന കുട്ടീനെ. അപ്പോൾ ആര്യനെ അങ്ങനെ ഒരു ബാധ്യത ഗോമതിയല്ലേ തലയിലേറ്റത്. അത് മറ്റാരും ഇത്രയും നാളായിട്ട് അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ എന്തോ പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൽ ഗോമതി പെട്ടെന്ന് മിത്രനോട് വഴക്കിടുന്നുണ്ട്. നിനക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ മോൻ പോകുന്നത്, ജോലിക്കൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട്. അത് മിത്ര ആരും അറിയാതെ ട്യൂഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മിത്രയുടെ പഠനത്തിന് വേണ്ടിയുള്ള ചിലവിന് വേണ്ടിയുള്ള പൈസയ്ക്ക് വേണ്ടിയായിരുന്നു. അതൊന്നും ഗോമതിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. അങ്ങനെയാണ് ഗോമതി വഴക്കുണ്ടാക്കുന്നത്. എൻ്റെ മോൻ നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്നില്ല, പിന്നെ നീ എന്തിന് ട്യൂഷൻ പഠിപ്പിക്കാൻ പോകണേന്നൊക്കെ ചോദിച്ച് ഇവിടെ ഉള്ളവരെ അപമാനിക്കണമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും ആര്യൻ ചെയ്യുന്നത് തനിക്ക് വേണ്ടി മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആര്യൻ കുറച്ച് പൈസ മിത്രക്ക് നീട്ടിയപ്പോൾ മിത്ര പെട്ടെന്ന് ചൂടാവുന്നുണ്ട്. മിത്ര പറയുന്നുണ്ട്, എനിക്ക് വേണ്ട ഈ പൈസ, എൻ്റെ കാര്യങ്ങൾ ചിലവിനുള്ളത് ഞാൻ ചെയ്തോളാം, ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ നീ ട്യൂഷൻ പഠിപ്പിക്കാനൊന്നും പോകണ്ടെന്ന് പറയും. ട്യൂഷൻ പഠിപ്പിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ല, എനിക്കിവിടെ നിന്ന് ഞാനല്ലെങ്കിൽ തന്നെ എനിക്കിത് എന്ത് ജീവിതമാണ് നിൻ്റെ, അതുകൊണ്ട് തന്നെ ഈ സന്തോഷമുള്ളൊരു ജീവിതമൊന്നുമല്ല. ഞാൻ എൻ്റെ അച്ഛനോടും വീട്ടിലുള്ളവരോടും സംഭവിച്ച കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോകണമെന്ന് പറഞ്ഞ് മിത്ര ഇറങ്ങി പുറപ്പെടും. മിത്രയുടെ പിന്നാലെ ആര്യനും പോകുന്നുണ്ട്. പോകല്ലേ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് മീനാക്ഷി അവിടെ നിന്ന് ഫോൺ ചെയ്യായിരിക്കും. മീനാക്ഷി വന്നിട്ട് മിത്ര ദേഷ്യപ്പെട്ട് പോകണം ഇങ്ങോട്ടെന്ന് ചോദിച്ചപ്പോൾ അവളെ വീട്ടിലേക്ക് എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറയാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷി ഞെട്ടുന്നുണ്ട്. അയ്യോ ചതിച്ചോ, ഇത്രയും നാൾ നമ്മൾ സൂക്ഷിച്ചിരുന്ന കാര്യം നിൻ്റെ അമ്മ നമ്മുടെ മോൻ ആര്യ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ആകെ പ്രശ്നമാവും, അമ്മയ്ക്ക് കൂട്ടുന്ന എൻ്റെ കാര്യം അധോഗതിയാവും, നീ വേഗം പോയി അവളെ തടയാൻ പറയും. അങ്ങനെ പിന്നാലെ മിത്രയുടെ പിന്നാലെ ആര്യം പോകുന്നുണ്ടെങ്കിലും മിത്രനെ തടയാൻ കഴിയില്ല. മിത്ര വലിയ ദേഷ്യത്തിൽ തന്നെ കൃഷ്ണമംഗലത്താരുടെ മുന്നിൽ വീട്ടിൽ ഇരുന്നിട്ട് ഇവിടെ ആരില്ലേ എന്നൊക്കെ ചോദിച്ച് വിളിച്ച് ഒച്ചത്തിൽ ബഹളം വയ്ക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയും അമ്മയും ചെറിയമ്മയും വരുന്നുണ്ട്. അമ്മയാണെങ്കിൽ ആകെ ഔഷധിയായിട്ടാണ് വരുന്നത്. അപ്പം മിത്രയ്ക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ അമ്മ എന്തിങ്ങനെ എത്ര ക്ഷീണിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലടി, നീ എന്താ വന്നതെന്ന് ചോദിക്കും. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഇവിടുത്തെ അച്ഛനും ചെറിയച്ഛനൊക്കെ എന്തെന്ന് ചോദിക്കും. അവർ ക്ഷേത്രത്തിൽ പോയേക്കണെന്ന്, ഞാൻ ക്ഷേത്രത്തിൽ പോയി കണ്ടോളാം, അതിനു മുന്നേ അമ്മ ഹോസ്പിറ്റലിൽ ഒന്നും പോയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറഞ്ഞ ഒരാഴ്ചയായിട്ടും അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ലേ, അമ്മനെ കൊണ്ടുപോകാൻ ആളുണ്ടായില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം ചെറിയ പറയുന്നുണ്ട്, വിളിച്ചിട്ട് പോകാണ്ടിടുന്നൊക്കെ പറയും. ശരിയെന്നാ ഞാൻ നീ വന്ന കാര്യം പറയാൻ പറയുമ്പോൾ വേണ്ട, അത് എനിക്ക് അവരോടൊന്ന് പറയണ്ടേന്ന് പറഞ്ഞ് വന്ന വഴിക്ക് തന്നെ മിത്ര തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ മിത്രയുടെ പിന്നാലെ പോകാൻ ആര്യനോട് മീനാക്ഷി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. എല്ലാം ഇവിടെ വെച്ച് അവസാനിക്കും, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് പോയി അവളെ തടയണം എന്ന് പറയും. അങ്ങനെ മിത്ര അച്ഛനെ അന്വേഷിച്ച് വീണ്ടും പോകുന്നുണ്ട്. അങ്ങനെ വഴിയിലെത്തുമ്പോൾ ആര്യം വന്ന് ബലമായി പിടിച്ച് കൈമ പിടിക്കുന്നുണ്ട്. നിർത്ത്, നീ ഇത്തിരി സമാധാനപ്പെട്, എന്നിട്ട് നീ ഒന്ന് ആലോചിക്ക്, അമ്മ ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാം വെള്ളത്തിലാവില്ലേ, നിനക്ക് വേണ്ടി ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. പറയും മതി, ഈ അമ്മ ചെയ്ത പുരാണം, ഇതുകൊണ്ട് എനിക്ക് ഒരു നേട്ടം ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മിത്രയും കിടന്ന് വഴക്കുണ്ടാക്കും. അങ്ങനെ ആര്യൻ മിത്രനെ സമാധാനിപ്പിച്ച് ഒരു സൈഡിൽ ഇരുത്തിയിട്ട് കുറച്ച് കുടിക്കാനൊക്കെ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കും. അതിനുശേഷം മിത്രനോട് പറയും, ഇപ്പം അത് പറയരുത്, നീ ഇപ്പം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പ്രശ്നത്തിൽ അവസാനിക്കുള്ളൂ, ഇപ്പോൾ ഒരുവിധം സമാധാനമായിട്ട് വരുന്നതാണ്, അതുകൊണ്ട് നീ ഇത് പറയരുതെന്ന് പറയുമ്പോൾ ശരി ഞാൻ പറയാണ്ടിരിക്കാം, പക്ഷേ എന്നെ ട്യൂഷന് നീ വിടണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നീ ജോലി ചെയ്യണമെങ്കിൽ നിൻ്റെ കാര്യങ്ങൾക്ക് എടുത്താൽ മതി, നിൻ്റെ പൈസ എനിക്ക് വേണ്ട, നിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വഴക്ക് പറയുന്നത് കേട്ടില്ലേ, അതുകൊണ്ട് നീ എനിക്കായിട്ട് നീ ഒരു ചിലവ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി സമ്മതിച്ചു. എന്നെ നിൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചത് എൻ്റെ അപ്പച്ചീനെന്ന് പറയും, അതുപോലെ തന്നെ നിന്നെ കൊണ്ട് എൻ്റെ കഴുത്തിൽ താലി കെട്ടിപ്പിച്ചത് നിൻ്റെ അമ്മയെന്ന് പറയും. അപ്പം ഇത്ര ആര്യം പറയും, രണ്ടും ഒരാളാണ് അറിയാം, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇതുകൊണ്ടൊന്നും ഒരു ഉപകാരം ഉണ്ടായിരുന്നില്ല, വീട്ടുകാരുടെ മുന്നിൽ ഒരു അഭിനയം, പുറത്തുകാരുടെ മുന്നിൽ വേറൊരു അഭിനയം, നീയും ഞാനും മാത്രമായിട്ട് റൂമിലിരിക്കുമ്പോൾ വേറൊരു അഭിനയം, എനിക്ക് മതിയായി മടുത്ത്, അതുകൊണ്ടാണ് ഈ പറയുന്നതെന്നൊക്കെ പറയും. ഇതേ സമയം തന്നെ ഗോമതി ഗോമതിനെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണം എന്നുണ്ട് മീനാക്ഷിക്ക്. പക്ഷേ നമ്മുടെ ആനന്ദ് വിവാഹം കഴിച്ചിട്ടുണ്ട്, ആനന്ദിൻ്റെ പെണ്ണ് അടുക്കളയിൽ ഉണ്ടായത് കൊണ്ട് തന്നെ അപ്പം സംഭവിച്ച കാര്യങ്ങളൊന്നും വേറെ ആർക്കും അറിയാത്തത് കൊണ്ട് അതിനോട് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കണക്കിന് ഗോമതി അവിടെ നടക്കളയിൽ നിന്ന്
അതിൻ്റെ കണ്ണ് വെട്ടിച്ച് കോമതിനെ പിടിച്ച് മീനാക്ഷി പോകുന്നുണ്ട്. ആ സമയത്ത് ബാലൻ വരുന്നുണ്ട്. അങ്ങനെ ബാലൻ്റെ മുന്നിൽ നിന്നും ഒരു കണക്കിന് രക്ഷപ്പെട്ട് വീണ്ടും വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. മീനാക്ഷി ഇങ്ങനെ മിത്ര പോയേക്കാണ്, അമ്മാവന്മാരോട് സത്യം പറയാമെന്ന് പറഞ്ഞപ്പോൾ കോമതി ആകെ ഞെട്ടിത്തിരിക്കുന്നുണ്ട്. അയ്യോ ഇനി എന്ത് ചെയ്യോടി, അവളെല്ലാം പറഞ്ഞ് എല്ലാം അവസാനിക്കുമല്ലോ, എന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഒരു കാര്യമില്ല, ഞാൻ എൻ്റെ ഭർത്താവിനോട് ആദ്യം പറയട്ടെ എന്ന് പറയും. അങ്ങനെ കോമതി ബാലനോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയാൻ പോകുമ്പോൾ മീനാക്ഷി തടയുന്നുണ്ട്. വരട്ടെ, ആര്യം പോയിട്ടുണ്ട്, ആര്യം പോയി വന്നതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം, അതിന് മുന്നേ അമ്മ എടുത്ത് ചാടല്ലേ എന്നൊക്കെ പറയും. പിന്നീട് അമ്മയോട് നിൽക്കും, ഞാൻ പുറത്ത് പോയി നോക്കാമെന്ന് പറയും. അങ്ങനെ മീനാക്ഷി മുറ്റത്ത് ചെന്ന് നിൽക്കുമ്പോൾ മിത്ര വരുന്നുണ്ടാവും, വലിയ ദേഷ്യത്തിലാണ്. പിന്നെ ആര്യനോട് മീനാക്ഷി കണ്ണുകൊണ്ട് കാണിക്കും. എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്, ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിക്കും മിത്ര കാണാണ്ട്. അതിനുശേഷം അടുക്കളയിലേക്ക് പോയി മിത്ര വെള്ളം എടുത്ത് കുടിക്കാൻ ചെല്ലും വീണ്ടും. അപ്പോൾ കോമതി വഴക്ക് പറയുന്നുണ്ട്, നീ എന്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സത്യങ്ങളൊക്കെ വിളിച്ച് പറയാൻ കൂടെ, എല്ലാം നശിപ്പിക്കാനാണോ, നിന്റെ ആങ്ങളമാർ മാത്രമല്ല ഇവിടുത്തെ ആളും എന്നെ കൊല്ലില്ലേ എന്നൊക്കെ ചോദിക്കും. പറയും, നീ ഇപ്പോൾ എന്തിനാ പറയാൻ പോയെന്ന് ചോദിക്കും. എന്തിനാണെന്നാ അപ്പച്ചി എന്നെ എന്തിനാ ഇന്നലെ വഴക്ക് പറഞ്ഞെന്ന് ചോദിക്കും. ഞാൻ നിന്നെ എപ്പോൾ വഴക്ക് പറഞ്ഞെന്നൊക്കെ ചോദിക്കും. അപ്പച്ചിക്കൊന്നും ഓർമ്മയില്ലേ, അപ്പച്ചി കഴിഞ്ഞു പോയതൊക്കെ മറക്കണല്ലോ, അപ്പച്ചി നേരം വെളുത്ത് വൈകുന്നേരം അവിടെ എന്നെ മോളെ പോലെ എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെയാണ് കാണുന്നത്, അനുവിനെ കാണുന്ന പോലെയാണ് എന്നെ കാണുന്നത്. മാമൻ എന്നെ എന്തെങ്കിലും പറഞ്ഞ് വഴക്ക് പറയുമ്പോഴും അപ്പച്ചി തടയണമൊന്നും ഇല്ലല്ലോ, അത് സ്ഥാനത്ത് അനുവിനെ എന്തെങ്കിലും അങ്കിൾ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പച്ചി തടയുണ്ടല്ലോ, അപ്പം എൻ്റെ മോളെ പോലെ കണ്ടിട്ടുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ മീനാക്ഷിക്ക് അത് വലിയ ഇഷ്ടമാവും. മീനാക്ഷി അതൊക്കെ ശരി എന്നുള്ള അവസ്ഥത്തിൽ ഇങ്ങനെ കേട്ട് നിൽക്കും. അപ്പം ഞാൻ ഇന്നലെ എപ്പോൾ വഴക്ക് പറഞ്ഞു, മീനാക്ഷി പറഞ്ഞു അമ്മ ഇന്നലെ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പം പറയുന്നുണ്ട്, ഞാൻ ട്യൂഷന് പോണ കാര്യം പറഞ്ഞിട്ടും പിന്നെ എനിക്ക് വേണ്ടിയിട്ടാണ് അപ്പച്ചിയുടെ മോൻ ജോലിക്ക് പോണ രാത്രിയും പകലില്ലാതെ കഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ എനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അച്ഛനോടും ചെറിയച്ഛനോടും സംഭവിച്ച സത്യങ്ങളൊക്കെ പറഞ്ഞാൽ എനിക്കൊരു പക്ഷേ അവിടേക്ക് കയറാൻ പറ്റും, പിന്നെ എനിക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ് മിത്ര ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് കോമതിയോട് ഇങ്ങനെ ആദ്യമായിട്ടാണ് കോമതിയോട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു ഭാഗം കൂടി ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.